പാലട പായസം വീഡിയോയ്ക്ക് ഇത്രയധികം സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോയിൽ ആ പാലട പ്രഥമനിൽ വന്നിട്ടുള്ള ഡൗട്ടുകളൊക്കെയാണ് ക്ലാരിഫൈ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുക്കറിൻ്റെ കാര്യം പറയാം. 1.5 ലിറ്റർ പാലിന് ഞാനിവിടെ 5 ലിറ്ററിൻ്റെ കുക്കറാണ് ഉപയോഗിച്ചത്. ഷുഗർ കാരമലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പൂൺ ഉപയോഗിക്കാതെ ഇതേപോലെ ഒന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ ഫോം ആവാതെ കിട്ടും. കാരമലൈസ് ചെയ്തതിന് ശേഷം മാത്രം സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതിലേക്ക് പാല് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് കട്ട കൂടുന്നതായിട്ട് നമുക്ക് കാണാം. അത് കാണുമ്പോൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നല്ലതുപോലെ ഇളക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മെൽറ്റായിക്കോളും. നമുക്ക് ആവശ്യത്തിനുള്ള പാലും അടയും കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം. ഞാനിവിടെ 1 ഗ്ലാസ് അടയ്ക്ക് 6 ഗ്ലാസ് പാൽ എന്നുള്ള രീതിക്കാണ് എടുത്തിരിക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള പാല് വേണം എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് കുക്കർ അടച്ചിട്ട് വിസിലിട്ട് 20 മിനിറ്റ് വളരെ സ്ലോ ആയിട്ടുള്ള ഫ്ലെയിമിൽ വേണം വെക്കാൻ. വെച്ച് കഴിഞ്ഞതിന് ശേഷം 20 മിനിറ്റ് നമ്മൾ മാറ്റി എടുത്ത് വെക്കണം. അതുവരെ നമുക്ക് തുറക്കാൻ പാടില്ല കുക്കർ. അതിനുശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ചൂടാക്കിയ പാല് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പായസം റെഡി. അതല്ല ഒരുപാട് പാല് കൂടുതലും അട കുറവുള്ളത് പോലെയാണ് തോന്നുന്നതെങ്കിൽ നമുക്ക് നേരത്തെ ചെയ്തിട്ടുള്ള അതേ മെത്തേഡ് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് കുക്കറിനകത്ത് വെച്ച് സ്ലോ കുക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്.